Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ കോൾ 8590046916. മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകയായി മൂവാറ്റുപുഴ നഗരസഭ ഡ്രീംലാൻഡ് മുനിസിപ്പൽ പാർക്കിൽ വേസ്റ്റ് ടു ആർട്ട് പാർക്കിന്റെ ഉദ്ഘാടനം നടത്തി. സ്വച്ഛ് മിഷനും മൂവാറ്റുപുഴ നഗരസഭയും ചേർന്ന് നഗരത്തിലെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വരുന്നതിനോടനുബന്ധിച്ച് ഡ്രീംലാൻഡ് മുനിസിപ്പൽ പാർക്കിൽ വേസ്റ്റ് ടു ആർട്ട് പാർക്ക് പദ്ധതിയൊരുക്കി. വേസ്റ്റ് ടു ആർട്ട് പാർക്ക് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ് മിഷന്റെ വേസ്റ്റ് ടു ആർട്ട് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മൂവാറ്റുപുഴ നഗരസഭ ഇന്ന് ഹൃദയത്തിലേറ്റിയിരിക്കുകയാണ്. മാലിന്യം എന്ന് പറയുന്നത് ഏതൊരു നാടിൻ്റെയും ശാപമാണ്. അപ്പോൾ അതിനെതിരെയുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, ഒരു മാലിന്യമുക്ത നഗരസഭയാക്കി മൂവാറ്റുപുഴയെ മാറ്റുക, ഈ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് ആർട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള സന്ദേശം പകരുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളാണ് മൂവാറ്റുപുഴ നഗരസഭ ഇപ്പം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഈ ഒരു മുനിസിപ്പൽ പാർക്കിൽ വേസ്റ്റ് കുപ്പികൾ വെച്ചിട്ട്, ഉപേക്ഷിക്കപ്പെട്ട ടയറുകൾ, അതുപോലുള്ള മറ്റു പല മെറ്റീരിയൽസ് വെച്ചിട്ട് അത് മനോഹരമായിട്ടുള്ള ആർട്ടുകളാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും മൂവാറ്റുപുഴ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുവാനായിട്ട് കൂടി ഞാൻ ഈ ഒരു അവസരം ഓരോ ജീവനക്കാരെയും ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തെയും ഒക്കെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുവാനായിട്ട് കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതിമനോഹരമായിട്ട് തന്നെ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആർട്ട്, ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ, ഒരു സിറ്റിംഗ് ലോഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് ചെടികളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ സൃഷ്ടിപരമായി പുനരുപയോഗിച്ച് മനോഹരമായ മോഡലുകളും സെൽഫി പോയിന്റും പാർക്കിൽ സ്ഥാപിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മാലിന്യങ്ങളുടെയും പുനരുപയോഗത്തിന്റെയും സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മുടെ മൂവാറ്റുപുഴ നഗരം എന്ന് പറയുന്ന ത്രിവേണി സംഗമ തീരമാണ്. 3 പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് മൂവാറ്റുപുഴ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മനോഹാരിത അങ്ങനെ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പുഴയെ മലിനമാക്കാതെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ആശയം മുൻപോട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളിനി ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മെസ്സേജ് ആയിട്ടാണ് ഇവിടെ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡോൾഫിൻ്റെ ഒരു മോഡലിൽ നിന്നും ആ ഒരു വേസ്റ്റ് പുറത്തേക്ക് തുപ്പുന്ന രീതിയിൽ, കൊടുക്കുന്ന വേസ്റ്റുകൾ, പുഴയിലേക്ക് ഇടുന്ന വേസ്റ്റുകൾ പുറത്തേക്ക് തുപ്പുന്ന രീതിയിലാണ് ആ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള പുഴയിലുള്ള മീനുകളെ ഇല്ലാതാക്കുവാനായിട്ട്, ജീവജാലങ്ങളെ ഇല്ലാതാക്കുവാനായിട്ടൊക്കെ ഈ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് കാരണമാകുന്നു. അതിൻ്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. അതിൽ നിന്ന് തിരികെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു മെസ്സേജോടുകൂടി വേസ്റ്റ് ടു ആർട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു മോഡൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. കുടുംബങ്ങൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും ആകർഷകമായ ഇടമായി പാർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നഗരസഭ ശക്തമാക്കിയിട്ടുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ സംസ്കരണ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന വലിയ ബോർഡുകൾ സ്ഥാപിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P രജിത, ജിനു മടേക്കൽ, CM ഷുക്കൂർ, അസം ബേഗം, ഷഹന മാഹിൻ എന്നിവരും കൗൺസിലർമാരായ സജി ചാത്തങ്കണ്ടം, ജെയ്സൺ തോട്ടം, ഷിത റാണി തോമസ്, ഷബീന TE, മനു പോൾ, മുഹമ്മദ് ചെറുകപ്പിള്ളി, മജീദ് മങ്ങാടൻ, റബിൻസ് T അലിയാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.